സോഷ്യൽ മീഡിയയിൽ ഇന്നിപ്പോൾ ചർച്ച കഴിഞ്ഞ ദിവസം വയനാട് കള്ളാടിയിലെത്തിയപ്പോൾ ചെളിയിലൂടെ നടക്കാൻ മുണ്ടു മടത്തിക്കെട്ടിയ പിണറായി വിജയന്റെ കാലുകളാണ്. സാധാരണഗതിയിൽ പിണറായി വിജയൻ അങ്ങനെ പൊതു ഇടങ്ങളിൽ മുണ്ട് മടക്കി കുത്തുന്ന പതിവില്ല. പൊതുവെ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് അത്തരം പ്രവർത്തികൾ ചെയ്ത് ആരും അധികം കണ്ടിട്ടുമില്ല. പക്ഷെ ഇന്നലെ കള്ളാടിയിലെത്തിയപ്പോൾ അവിടത്തെ ചെളിയിലൂടെ നടക്കാൻ മുണ്ട് മടക്കി കുത്തേണ്ടി വന്നു. മടക്കി കുത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ കാലുകൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ പതിയുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ചില ഏടുകൾ ആ കാലിൽ ദൃശ്യമായതായി സോഷ്യൽ മീഡിയ അടയാളപ്പെടുത്തുന്നുണ്ട്. ഒരു കണക്കിന് കൃത്യമാണ്. കോൺഗ്രസുകാർ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടത്തിയ ക്രൂരമായ ലോക്കപ്പ് മർദ്ദനങ്ങളുടെ അടയാളങ്ങൾ ഇന്നും ആ കാലിൽ കാണാം. പ്രത്യേകിച്ച് കരുണാകരൻ എന്ന കോൺഗ്രസിന്റെ അതികായകനായിട്ടുള്ള നേതാവിന്റെ കാലഘട്ടത്തിൽ MLA ആയിരുന്ന പിണറായി വിജയനെ അടിയന്തരാവസ്ഥക്കാലത്ത് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിച്ച ചരിത്രം ഏവർക്കും അറിയാം. പിന്നീട് രക്തം പുരണ്ട ആ ഷർട്ടുമായി അദ്ദേഹം നിയമസഭയിൽ വന്ന് നടത്തിയ പ്രസംഗവും ചരിത്രത്തിലെ ഒരു സുവർണ എപ്പിസോഡാണ്. അങ്ങനെയുള്ള ആ മനുഷ്യന്റെ കാലുകൾ ഇന്ന് കാണുമ്പോൾ പലയിടങ്ങളിലും കറുത്ത് തഴമ്പിച്ച പാടുകൾ കാണാൻ കഴിയും. ഒരുപക്ഷെ കേരളത്തിലെ ഏതെങ്കിലും സവർണ തറവാടുകളിലെ കോൺഗ്രസ് നേതാക്കന്മാർ മുണ്ടുമടക്കി കുത്തിയാൽ കാലുകളിൽ ഇത്തരം പാടുകൾ കാണില്ല. അതിന്റെ അർത്ഥം ഈ നാട്ടിലെ ഒരു പോരാട്ട ഭൂമികയിലൂടെയും നടന്നുപോയ ഒരു ചരിത്രവും ആ കാലുകൾക്കുണ്ടായിരുന്നില്ല. ലാത്തി കൊണ്ട് ഒരു പോറൽ പോലും തറവാടികളായിട്ടുള്ള നേതാക്കന്മാരുടെ കാലുകളിലോ ശരീരത്തോ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിനർത്ഥം. കേരളം രൂപീകൃതമായ കാലഘട്ടം തൊട്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലൂടെ സഞ്ചരിച്ച പിണറായി വിജയൻ നടന്നു തീർത്ത വഴിത്താരകൾക്കിടയിൽ ഭൂരിപക്ഷം ഭരിച്ച കോൺഗ്രസുകാർ എത്രത്തോളം പോലീസിനെ ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ നരനായാട്ട് നടത്തിയിട്ടുണ്ട്, അതിൽ ഇരയാക്കപ്പെട്ടു എന്നതിന്റെ തെളിവ് കൂടിയാണ് ആ കാലുകളെന്ന് കൃത്യമായി പറയാൻ കഴിയും. അത്തരം കൊടിയ പീഡനങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യൻ ഇപ്പോൾ ചിരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ക്രൂരമായ പീഡനങ്ങളും ജീവിതാനുഭവങ്ങളും ഏറ്റുവാങ്ങുന്ന മനുഷ്യർക്ക് ചുമ്മാ ഇളിച്ചോണ്ട് നടക്കാൻ കഴിയില്ല. ചുമ്മാ മറ്റുള്ളവരെ കണ്ടാൽ കെട്ടിപ്പിടിക്കാൻ കഴിയില്ല. കാര്യം അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളാണ് പിണറായിയെ പോലെയുള്ളവരെ രൂപപ്പെടുത്തിയത്. ആ രൂപപ്പെടുത്തിയതിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് അദ്ദേഹം അപ്രതീക്ഷിതമായി ഇന്നലെ മുണ്ടുമാടി കുത്തുകയും അതിലൂടെ പുറത്തു വന്ന കാലുകളിലെ ആ കറുത്ത പാടുകൾ സൂചിപ്പിക്കുന്നു എന്ന് സംശയലേശമന്യേ നമുക്ക് പറഞ്ഞു വെക്കാം. അത് സോഷ്യൽ മീഡിയ കൃത്യമായി കണ്ടെത്തി അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പലയിടങ്ങളിലും പുരോഗമിക്കുന്നുണ്ട്. കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാക്കന്മാരുടെ കാല് കണ്ടാലും അത്തരമൊരു ചർച്ചയ്ക്ക് ഒരു കാലത്തും അവസരമുണ്ടാകില്ല എന്നുള്ളത് ഒരു റിയാലിറ്റി കൂടിയാണ്. കാര്യം സുഖലോലുപതകളിലും സുഖശീതളമങ്ങളിലും മാത്രം നടന്നുപോയ ആ കാലുകളെ സംബന്ധിക്കുന്നിടത്തോളം കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഒരു രക്തരൂക്ഷിത പോരാട്ടങ്ങളിലും ആ കാലുകളിലേക്ക് ഒരു ലാത്തിയോ ഒരു ഗ്രനേഡോ നീണ്ടു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് മറ്റൊരു വ്യക്തിയുടേത് അത്തരം പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങിയതിന്റെ തിരുശേഷിപ്പുകളായിട്ട് വേണം വിലയിരുത്താൻ.